ഹവാ ബേബി പഴം കഴിച്ചപ്പം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ആദം അലൈഹിസ്സലാം കൂടിയായിരുന്നു. നമ്മൾ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മളെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെ കൂടി ബാധിക്കുന്നുണ്ട്. അതിൽ കുഞ്ഞനിയനോ അനുജത്തി ഉണ്ടാവും, ഉമ്മ ബാപ്പി ഉണ്ടാവും, ഭാര്യയോ മക്കളോ, നമ്മുടെ തലമുറകളൊക്കെ അതിലേക്ക് ബാധിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനോ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനോ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ ആ തെറ്റ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരായിട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ നഷ്ടത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി അവരതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്ത തെറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സറൗണ്ടിങ്സ് ഉണ്ട്. ആ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ അത് അനുഭവിക്കാൻ പലപ്പോഴും ബാധ്യസ്ഥരാവുകയുണ്ട്. അപ്പം ഒന്നും അറിയാത്ത പാവങ്ങളെ നമ്മളെടുത്തിട്ടുള്ള തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട്, തെറ്റായ ചില പ്രവൃത്തികൾ കൊണ്ട് അനുഭവിക്കാൻ വിടുക എന്ന് പറയുന്നത്, അതിനെ എന്താ പറയുക, അത് അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനില്ല. നേരെ മറിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാൻ ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട്, പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ എത്ര നമ്മുടെ ആൾക്കാരാണ് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നത്. നമ്മുടെ ഏറെ പ്രിയപ്പെട്ടവർ നമ്മൾ കാരണം വിജയത്തിലേക്ക് എത്താണ്, സ്വർഗത്തിലേക്ക് എത്താണ്. ഇവിടെയും അവിടെയൊക്കെ ജയിക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയ ഭാഗ്യം നമുക്ക് എന്താ കിട്ടാനുള്ളത്? പറയും എൻ്റെ ജീവിതമാണ്, ഇത് എൻ്റെ ശരീരമാണ്, ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഇൻഫ്ലുവൻസിങ് നമ്മുടെ കുഞ്ഞനിയത്തിക്കും അനുജനും നമ്മുടെ മക്കൾക്കല്ലേ കിട്ടുന്നത്. അപ്പം അവരുടെ തെറ്റിൻ്റെ കണക്കും കൂടി നമ്മൾ പറയേണ്ടതായിട്ട് വരും. കണക്ക് പറയുന്നതല്ല മാറ്റർ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാ വെറുതെ അവരുടെ കൂടി തലയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യം. സോ നമ്മുടെ ഓരോ തെറ്റിനും കണക്ക് പറയേണ്ടതായിട്ട് വരുന്നത്, നമ്മുടെ ഓരോ തെറ്റിനും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് പ്രിയപ്പെട്ട ആളാണെന്ന് പറയുമ്പം ചിലപ്പം തെറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഉൾവലിയൽ ഉണ്ടായേക്കാം. ഉണ്ടാവട്ടെ.